റേറ്റ് ദ ഫുഡ്. ഇന്നടെ നന്നായിരിക്കും. പൂരി ബസ് 8, പൊങ്കൽ 8, 6. പൊങ്കൽ നന്നായിട്ട് എന്തൊക്കെയാ പറയണേ? പൊങ്കൽ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. റേറ്റ് ദ ഫുഡ്. 10 എത്ര കൊടുപ്പാ? അത്ര നന്നായിരുന്നോ? പ്രഭു എത്ര? 9. നന്നായിരിക്കും. This is Jairam. This is Pamal Palam. This is beautiful bridge. ഇതാണ് ഫസ്റ്റ് വണ്ടി. വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് കമ്പയർഡ് ടു ദി RTR. ഡ്രൈവർ ഓഫ് ദിസ് Baleno. Look at this guy. ഇല്ല ഇங்கே gap இருக்கு. Hari edits. Follow him on Insta. Support me and follow Facebook. അല്ലേ എന്നെ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. Abhilash Ellar. You are on YouTube. Subscribe to Bicep Money. Eating sapota. Healthy. Camera on. As I already introduced, this is Hari edits Abhilash Ellar. ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. നമുക്കത് അറിയാലോ, തമിഴ്നാട്ടിലിപ്പോൾ ഭക്ഷണമൊക്കെ വളരെ സൂപ്പറാണ്. കാരക്കറി, ഇതെന്നത് അത് വെണ്ടയ്ക്ക പച്ചടി വിത്ത് ഗണേഷ് കൂട്ട്, കൊടലങ്ക കൂട്ട്, ചുമ്മാ പയ്യം വേറെ അമ്മേരി. അവിടെ അവരും മീൽസാണ്, ചില പേര് ഫ്രൈഡ് റൈസ് ഒക്കെ ഓർഡർ. പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്രാവശ്യം കയറിയത്. അപ്പോൾ ടേസ്റ്റ് ടെസ്റ്റ് വളരെ നല്ലൊരു ഫുഡാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വരുമ്പോൾ ട്രൈ ചെയ്യുക. ഫൈനലി നമ്മൾ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. ഇതാണ് ഫുഡ്. റേറ്റ് ദ ഫുഡ്. 7.5. ഗൈസ്, വി ആർ ഫൈനലി അറ്റ് രാമേശ്വരം. നമ്മളിപ്പോൾ കഴിച്ചിരിക്കുകയാണ്. വ്ളോഗിങ് അറ്റ് രാമേശ്വരം. സോ ഇവിടുന്ന് ധനുഷ്കോടി ഇനിയും 20 മിനിറ്റ്സ് വന്നതുകൊണ്ട് സോ വി ആർ ഗോയിങ്. കാറൊക്കെ എടുത്ത് റൂമിൽ പോകാൻ പോവാണ്. റൂമിൽ കയറിയിട്ടില്ല. ഗണേശാണ് ഇവിടുത്തെ എല്ലാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഗണേശ് വിളിക്കാം. തിരക്ക് വേണ്ടില്ലേ? ഗണേഷ് മാസ്ക് എവിടെ? റെസ്പോൺസിബിൾ അല്ല ആരും. നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. എന്താ ചെയ്യാൻ വേണ്ടി നേരെ കടലിൽ പോയി മുങ്ങണു. മുങ്ങണു. ഇത് എൻ മലയാളമേ ബെറ്റർ. 21 കിണറില് 21 ബക്കറ്റിൽ കുഴിക്കണു. അതെന്താണ് ഈ 21 കിണറിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ നദിയും അത് ഐതിഹ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ കാശിയിൽ പോകാത്തവര് വരുന്ന സ്ഥാനത്ത് അതിന്റെ എഫക്റ്റ് ഇവിടെയുണ്ട്. അതായത് കാശിക്ക് പോകാത്തവര് ഇവിടുന്ന് ചെയ്താൽ മതി. അതാണ് ഇന്ത്യയിലുള്ള എല്ലാ നദിയും സംഗമിക്കുന്ന ഇതാണ്. Guys, this is a room tour. This is Hari Shegipuram. This is Vishwanath Arvind. This is Magic Villa. എന്താണ് പ്ലാൻ എന്ന് പറ. നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ ഗൈസ്, ഇപ്പൊ സമയം 7 മണി ആവാറായി. ഒരു 7-7:30 പറഞ്ഞാൽ ഒരു 8 മണിക്ക് ധനുഷ്കോടി എത്തും. ചെറുതായിട്ട് സൺലൈറ്റ് ഉണ്ടാവും. സോ ആ ഒരു ടൈമിൽ ബീച്ചും പ്ലേസൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പെറ്റാണെങ്കിൽ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി ഒരു 1 hour റിട്ടേൺ വരും. ഒരു 9:30 ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന 9:30 തൊട്ട് തന്നെ ഇവിടെ എത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ മെയിൻ സ്പോട്ടായ മധുരയ്ക്ക് പോകാനാണ് പ്ലാൻ. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്.
ഞാൻ ബൈക്കിൽ വന്നു. അതെ വേണ്ട വാടാ. ഒന്നുമില്ല, ഒരു ഫോട്ടോ കൊടുക്കി അങ്ങനെ നമുക്കും പോയി കഴിക്കാം. വാങ്ങാം. ഗണേഷ് ഓഡിയൻസ് എന്നാ ചൊല്ലും. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലാണുള്ളത്. പൈനാപ്പിൾ അവിടെ സൂപ്പർ ആയിട്ടുണ്ട്. അഭിലാഷ് എങ്ങനെയുണ്ട്? വാട്ട് ഈസ് യുവർ തോട്ട് അബൌട്ട് ദിസ് പ്ലേസ്? ഫസ്റ്റ് ടൈം അല്ലേ? ഇവിടെ വന്ന് സൂപ്പറാണ്. ഇത് ഉണ്ടാക്കണ്ട, കാശ് ഉണ്ടാക്കണ്ട. So guys, we are going to the beach. Ready? കല്യാണ മാപ്പിള ഇവരുതാണ്. അവർ ഫോട്ടോ കട്ട് എന്നോട്. This is that once in a lifetime. എങ്ങനെയുണ്ട്? റെക്കമെൻഡഡ് ടു ദ വ്യൂവേഴ്സ്. റെക്കമെൻഡഡ് ആണ്. ബിക്കോസ് അവിടെ ഹെവി ക്രൗഡിൽ നിന്ന് നമുക്കൊരു ഒരു 1/2 കിലോമീറ്റർ മാറി വന്നാൽ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാം. റെസ്ട്രിക്ഷൻസ് ഇല്ല. ശരി, 2 വാക്ക് പറയും. Don't visit രാമേശ്വരം നമുക്ക് ധനുഷ്കോടി. രാമ പട്ടി വന്നപ്പോ ഫോട്ടോ സ്റ്റേബിളെ പിടിക്കണേ. ജിമ്മിക്ക് പോയ കാല് നടങ്ങരുത്. ഗൈസ്, രാമേശ്വരം നമ്മൾ ധനുഷ്കോടി രാമേശ്വരം വിടുകയാണ്. പ്രഭു പ്ലാൻ പറയും. ഇനി എന്താണ് പ്ലാൻ? ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ മധുരയാണ്. സോ ഇപ്പൊ നിയർലി 1 PM ആയി. ഉച്ച കഴിച്ചു കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ 1 മണി ആവാറായി. അപ്പോൾ ഡയറക്റ്റ് ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ മധുര എത്തുന്ന പോലെയാണ് പ്ലാൻ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഈ രാമേശ്വരം ധനുഷ്കോടി? ആക്ച്വലി രാമേശ്വരം എന്നൊരു ഡിവോട്ടഡ് പ്ലേസ് ആണ്. ലൈക്ക് നത്തിങ്, എന്താ പറയുക, ഒരു ചില്ലിംഗ് പ്ലേസ് പോലെ ഒന്നും തോന്നിയില്ല. അതായത് ഒരു തീർത്ഥാടനം ആ ഒരു രീതിയിലുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അമ്പലത്തിൽ പോയി. ബീച്ച് കുഴപ്പമില്ല. ഈവൻ നൈറ്റ് ബീച്ച് നന്നായിരുന്നു. ധനുഷ്കോടി അതായിരുന്നു ഈ ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ. നമ്മൾ ഇത്രയും ദൂരം വന്ന ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് ധനുഷ്കോടിയാണ്. ആ റൈഡ് നമ്മൾ കുറച്ചുകൂടി ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നത് നമ്മൾ ധനുഷ്കോടിന്റെ ആ ഒരു എൻഡ് പോയിന്റ് എത്തുമ്പോഴാണ്. സോ അത് നല്ലൊരു സ്പോട്ടായിരുന്നു. ലൈക്ക് ഫോട്ടോസ് എടുക്കാനും നമുക്ക് ബീച്ചിൽ കളിക്കാനായിട്ട് നല്ലൊരു സ്പോട്ടായിരുന്നു. കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച് സൈഡായിരുന്നു ധനുഷ്കോടി. ഗണേഷ് ബലേനോല് ഒരുവിധം കുഴപ്പമില്ല കേട്ടോ. 3 പേര് കംഫർട്ടബിൾ ആയി ബാക്കിൽ ഇരിക്കുന്നുണ്ട്. കംഫർട്ടബിൾ അല്ല, ഒരുവിധം കൊള്ളുണ്ട്. ഇതാണ് മധുര. ഇതാണ് നമ്മുടെ റൂം. ഹോട്ടൽ നമ്പി അല്ലേ. സോ ഇതാണ് മധുര. ബേസിക്കലി ആദ്യമായിട്ടല്ല വരുന്നത്. 2007 ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ചേട്ടൻ്റെ കല്യാണം. ഹൗ ഡു യു ഫീൽ? മധുര എപ്പടി ഉണ്ട് റൈഡ്? സോ ഗൈസ്, പ്രീമിയം എന്നൊക്കെ ഇട്ടുണ്ട്. ഇതാണ് നമ്മുടെ മധുരയിലെ റൂം. ജയറാം റൂം അപ്പടി ഇരിക്കും. കണ്ടല്ലേ, റൂമില് എല്ലാരും ഒരേ റൂമിലാണ്. ബിഗ് ബോസ് ഹൗസ് മാതിരി ഉണ്ട്. റൂം എങ്ങനെയുണ്ട്? റൂം നന്നായിട്ട് 4 ബെഡ്റൂം ഉണ്ട്. 2 ബാത്റൂംസ് ഉണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിനെ അപ്പോൾ കാണിക്കാം. സോ എല്ലാവരും റൂം ഇവിടെ തന്നെയാണ്. അത്യാവശ്യം വെക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. ടി വി ഉണ്ട്. ഇത് നോൺ AC റൂമാണ്. സോ TV with home theater.
സോ ഗൈസ് അതാണ് ബാത്റൂം. വലിയ കുഴപ്പമില്ല, ചൂടുവെള്ളമൊക്കെ ഉണ്ട്. സോ ഇതേമാതിരി 2 ബാത്റൂം. പിന്നെ പുറത്ത് ഒരു ബാൽക്കണി മാതിരി ഒരു സംഭവം കണ്ടില്ലേ, അതാണ് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ടെമ്പിൾ കാണുന്നുണ്ട്. ശരിക്കും ഗ്ലാസ്സേ വേണ്ട, എന്തും ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസിൻ്റെ ആവശ്യമില്ല. വ്ളോഗിങ് അറ്റ് മധുരൈ. നമ്മൾ ഇപ്പോൾ ഒരു പേടിയൊന്നുമില്ല കേട്ടോ വ്ളോഗ് ചെയ്യാൻ. വ്ളോഗ് ചെയ്ത് ശീലമായി. ആരും എന്ത് പറയും, ഇപ്പം നമുക്ക് ഒന്നാമത് ആരെയും അറിയില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ് സ്പെഷ്യൽ എന്ന് ഹരി പറയും. ഇവിടെ വന്നിട്ട് നെയ് പനിയാറെന്ന് പറയും. നെയ് പനിയാറ് മോരപ്പം പറയാം. கடை எவ்வளோ டைம் வரை இருக்குண்ணா? 12 மணி வரை. வேற மாதிரி இருக்கா? வேற மாதிரி தான் இருக்கு. गाइस टेस्ट टेस्ट. प्रभु अण्णा one of the best bowls I've ever had. രാത്രി ഒന്നുകൂടി വരേണ്ടി വരും. Guys, must try. எப்படி இருக்கு സാർ? ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ കട 11:30-12 മണി വരെ ഉണ്ടാവും. സോ നമ്മളിന്ന് രാത്രി ഒന്നും കൂടി വരാം. ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് തിരക്ക്. Guys, we are going to have bun parota. I'm excited. Guys, bikes are ready. ഇതാണ് ബൺ പൊറോട്ട. ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക. ഇതാണ് കടയുടെ പേര്. ആർ യു എക്സൈറ്റഡ്? അപ്പോൾ എന്നെ വന്നാ ഗൈസ് ഇതാണ് ബൺ പൊറോട്ട. എന്തുകൊണ്ട് ബൺ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് ബൺ. റേറ്റ് ദ ഫുഡ്. ഒന്നും പറയാം. സോ ബേസിക്കലി ഗൈസ് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെച്ചാൽ യു വോണ്ട് കണ്ടില്ലേ, അവരുടെ വെജിറ്റേറിയൻ ഗൈസ് ആണ്. ദേ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് മച്ച് ഐ ഗെസ്, ബിക്കോസ് ഇവിടെ എല്ലാം നോൺ വെജ് ആണ്. സോ ഇതൊക്കെ വെറും ഗ്രേവിയാണ്. സോ ഇതൊന്നും എല്ലാവരും ഇഷ്ടപ്പെടില്ല. സോ നിങ്ങളൊരു നോൺ വെജ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഹൗ വാസ് ദ ഫുഡ്? 7 out of 10. 10.5 out of 10. ബൺ പൊറോട്ട എന്നത് അതന്നെ ടേസ്റ്റി എന്നല്ല, ഒരു വെറൈറ്റി. 8 out of 10. और वेराइटी ഉണ്ടായിരുന്നു. നോൺ വെജ് എപ്പടി? Non veg items also. Like I ordered like mutton chukka order. Kalaki, omelette. So the price നന്നാ இருக்கா? അല്ല price cheap ആ ഇருக்கு. Like everyone can afford. Daily വന്നാലും പരവായില്ല, തപ്പില്ല. ഡെയിലി വരില്ല ഗൈസ്. ഞങ്ങളുടെ വന്ന പ്യോർ വെജിറ്റേറിയൻ ഗൈസ്, അവർക്ക് ദേ വർ നോട്ട് വെരി ഹാപ്പി ബിക്കോസ് നിങ്ങളൊരു നോൺ വെജുകാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം വെറൈറ്റി എല്ലാം ഉണ്ട്. വെജ് ആണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഇവിടെ. കുറുമ ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. വെജുകാർക്ക് വെജ് ഉദ്ദേശിച്ച് വരുന്ന കൂടെ ഐറ്റംസ് പനീർ, മഞ്ചു, മഷ്റൂം ഒന്നുമില്ല ഇല്ല. സോ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെന്ന് വെച്ചാൽ പാർസൽ വാങ്ങിക്കുക ബൺ പൊറോട്ട, വീട്ടിൽ പോയിട്ട് അത് നടക്കുള്ളൂ. പനീറുണ്ടോ അറിയില്ല. ഇല്ല ഇല്ല ഒന്നുമില്ല. നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? നോൺ വെജിന് സൂപ്പർ ഉണ്ട്. 5 എത്ര റേറ്റ് പண்றது? റേറ്റിംഗ് എനിക്ക് ചൊല്ലപ്പെട്ടത് NA പൊറോട്ട കുഴപ്പമില്ല. No, real review, genuine out of 10. 2.5. 2.5. Even. ഞാൻ 6. 8.5 പിടിച്ചതാ നിനക്ക്? நல்லா இருக்கு. குடிச்சு பாரு. நாங்க 2 ஆர்டர் பண்றோம். ഹരിരാം എങ്ങനെയുണ്ട് ജിഗർദണ്ഡ? എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്?
எப்படி சூப்பரா இருக்கு இல்லையா? அலப்புறம் மாதிரி இல்லையா? சொல்றேன்.